ഹലോ ഹായ് നമസ്കാരമുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിൽ നിന്ന് മെല്ലെ അങ്ങനെ തെറിച്ചു. അപ്പോൾ ഇപ്പോൾ ഉള്ളത് എൻ്റെ സ്വന്തം റെയിൽവേ സ്റ്റേഷനിലാണ്, ഒറ്റപ്പാലം. എൻ്റെ സ്വന്തമല്ല, എൻ്റെ നാടിൻ്റെ സ്വന്തം റെയിൽവേ സ്റ്റേഷനിലാണ്, ഒറ്റപ്പാലം. അപ്പോൾ നേരെ നമ്മൾ കോട്ടയത്തേക്കാണ് കേട്ടോ പോണത്. കുറച്ച് കാലമായിട്ട് ഇപ്പോൾ സ്റ്റെയർ കയറാൻ ഭയങ്കര മടി കേട്ടോ. അപ്പോൾ ലിഫ്റ്റിൽ അങ്ങനെ കയറാണ്. അങ്ങനെ ട്രെയിന് വരുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല, ട്രെയിനിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴുള്ള വീഡിയോസ് എടുത്തത് കേട്ടോ. അപ്പോൾ ടിക്കറ്റ് എന്തായാലും നമ്മൾ കൺവേർട്ട് ചെയ്തത് കേട്ടോ. പിന്നെ പിറ്റത്തെ ദിവസം നമ്മൾ കോട്ടയത്ത് ഒരു ദിവസം സ്റ്റേ ചെയ്ത് പിറ്റത്തെ ദിവസമാണ് നമ്മൾ അവിടെ നിന്ന് കയറിയത് കേട്ടോ. അങ്ങനെ നമ്മൾ കോട്ടയത്ത് നിന്ന് നേരെ പോണത് കുമളിക്കാണ് കേട്ടോ. അപ്പോൾ കുമളി ബസ് ഇങ്ങനെ തപ്പിട്ട് നടക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നേരെ കുമളി ബസ് കയറി. എന്താ പറയുക, പെട്ടെന്നാണ് ബസ് വന്നത്. അപ്പോൾ ഓടിപ്പിടിച്ച് കയറി. അങ്ങനെ കുറേ ദൂരം പോയപ്പോഴാണ് കുറേ കാഴ്ചകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണം എന്തായാലും. പിന്നെ ഞാൻ പോകുന്ന സ്ഥലത്തെ കുറച്ച് വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇടങ്ങറാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു കാഴ്ച എന്തായാലും കാണാൻ പറ്റി. ഞാൻ മനസ്സിൽ വിചാരിച്ച പോലെ ആ കാഴ്ച തന്നെ കാണാൻ പറ്റി. അപ്പോൾ എന്തായാലും പൊളിയായിരുന്നു. ഇതിൻ്റെ സാധാരണ മ്യൂസിക് ഇട്ട വീഡിയോസ് ഞാൻ ഇതിലിടുന്നുണ്ട്, കാണണം, മറക്കരുത്. അങ്ങനെ ഞങ്ങൾ കുമളി പകുതിയൊക്കെ എത്താറായിട്ടോ. എന്തായാലും അടിപൊളി കാഴ്ച. വീഡിയോസ് കാണുന്നതിനെക്കാട്ടിലും നേരിട്ട് നമ്മൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ആ ബസ്സിൻ്റെ ഉള്ളിലേക്കും കൂടി ആ കോട ഉള്ളിലേക്കും കൂടി വരും കേട്ടോ. അത് അടിപൊളി ഒരു പ്രത്യേകത, എന്താ പറയുക, ഒരു അനുഭൂതിയാണ്. അങ്ങനെ ഒരേ വീടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഫുള്ള് നിറഞ്ഞ് കുറേ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. പിന്നെ ഇപ്പോൾ ഏതായാലും നമ്മുടെ സ്വന്തം ബസ്സിലല്ലേ പോണത്, അത് കാരണം കുഴപ്പമില്ല. നല്ല അടിപൊളി കാഴ്ചകൾ സൈഡിലിരുന്ന് ഇങ്ങനെ കാണുകയും ചെയ്യാം. ഒരു മനസ്സിന് സമാധാനം ഉണ്ടല്ലോ നമ്മുടെ സ്വന്തം ബസ്സാണെന്ന്. അതെന്താ ഞാൻ അങ്ങനെ പറഞ്ഞതെന്നൊന്ന് കമൻറ്റ്സ് ചെയ്യാം കേട്ടോ, അറിയണ ആൾക്കാരൊക്കെ. അപ്പോൾ എന്തായാലും അടിപൊളി കാഴ്ചയാണ്. വല്ലാണ്ട് അങ്ങോട്ട് സംസാരിച്ച് നീട്ടിക്കൊണ്ടുപോകില്ല. ഈ വീഡിയോസ് 2 വീഡിയോസായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും വേറെ വൈബാണ്, അടിപൊളിയാണ്, സെറ്റാണ്. അപ്പോൾ കുറേ കാലങ്ങളായി ഇങ്ങനെ വരുന്നു, പക്ഷേ ആദ്യത്തെ ഒരു കാഴ്ചയാണ് കേട്ടോ ഇത്. എന്തായാലും നമ്മൾ കയറുന്ന സമയത്ത് ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഉച്ചയ്ക്ക് ഒരു 2 മണിക്കോ അല്ലെങ്കിൽ 1:30 അവിടെ നിന്ന് കോട്ടയത്ത് നിന്ന് കയറി കഴിഞ്ഞാൽ കറക്റ്റ് ഇതുപോലുള്ള എന്താ പറയുക കോടയും കാര്യങ്ങളൊക്കെ കാണാൻ നമുക്ക് അടിപൊളി കാഴ്ചകളാവും. ഇതൊരു 3-4 മണി സമയത്താണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ വിളിച്ച് നീട്ടില്ല, വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നതിൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ വെച്ച് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ.